ഫീനിക്സ് പക്ഷിയായും പടയുടെ നടുവിൽ പടനായകനായും വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തി വാഴ്ത്തുപാട്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ 100 വനിതകൾ ഗാനം ആലപിക്കുമ്പോഴാണ് വേദിയിലേക്ക് പിണറായി വിജയൻ എത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. ഉദ്ഘാടന പ്രസംഗം നടത്തിയ പിണറായി വിജയൻ ഗാനത്തെക്കുറിച്ച് പരാമർശിച്ചില്ല. ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി മടങ്ങുമ്പോഴും ഗാനവുമായി ഗായക സംഘം എത്തി. ചെങ്കൊടിക്കടത്തിലേക്ക് കേരളം നയിക്കയാ ചെമ്പഴയ്ക്ക് കാവല ചെങ്കടക്കടപ്പുറ ചെങ്കൊടിക്കടത്തിലേക്ക് കേരളം നയിക്കയാ ലസലാം 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 വിപ്ലവത്തിൻ പാതയിൽ ജീവനക കാട്ടിയും ശരി, സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിലാണ് ഇന്നിപ്പോൾ ഈ ഗാനം. അത് 2 തവണ ആലപിച്ചു എന്നുള്ളതാണ്. ആദ്യം ഇത് തുടങ്ങുന്ന സമയത്ത്, ആ സമയത്താണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുമ്പോഴും ഈ ഗാനം ആലപിക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം മടങ്ങുന്ന സമയത്തും ഈ ഗാനം, അങ്ങനെ 2 തവണ 100 ജീവനക്കാർ ചേർന്നുള്ള ഒരു ഗാനാലാപനം. ഈ ഗാനം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അത് ഒരർത്ഥത്തിൽ വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു വാഴ്ത്തുപാട്ടാണ് എന്ന് പറയുന്നു. അതിൽ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇന്നലെ ചോദിച്ചിരുന്നു. അദ്ദേഹം അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ വേദിയിലാകില്ല, അദ്ദേഹം പങ്കെടുക്കുന്ന വേദിയിലാകില്ല ഈ ഗാനം ആലപിക്കുക എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലത്തായിരിക്കും ഗാനാലാപനം ഉണ്ടാവുക എന്നൊക്കെ. പക്ഷേ അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ഈ ഗാനം ഇന്ന് ആലപിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം അതിൽ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ആ ഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടില്ല. ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പ്രതികരിച്ചു. അത് മാധ്യമങ്ങൾക്ക് ചില സമയത്ത് അസ്വസ്ഥതയുണ്ടാകും, ഇത്രയും ഇകഴ്ത്തലുകൾക്കിടയിൽ ഇങ്ങനെ പുകഴ്ത്തുന്ന ഗാനം വരുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാകും എന്നുള്ളൊരു കാര്യം അദ്ദേഹം തിരിച്ചു പറയുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതിപ്പോൾ ഈ ഗാനം അതൊരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നു.